ഇവിടുന്ന് പോയപ്പോൾ നിറയെ വണ്ടികളായിരുന്നു. ഇപ്പോൾ ഒറ്റ വണ്ടികളില്ല, എല്ലാവരും വീട്ടിൽ പോയി. ആളിൻ്റെ തൊലി പോയി. വീട്ടിൽ പോകാൻ അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ട്രിപ്പിൻ്റെ 2ാം ദിവസം ഞാൻ ഓർക്കണീറ്റ് അവിടെ നിന്ന് തന്നെ യാത്ര തിരിച്ചു. അയർലൻഡിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്നായ മൗണ്ട് ബ്രാൻഡൻ ഹൈക്ക് ചെയ്യാനായി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇഞ്ച് ബീച്ച് ഫേമസ് ബീച്ചാണ്, അയർലൻഡിലെ തന്നെ ഫേമസ് ബീച്ച്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മലനിരകളുണ്ട്. അയർലൻഡിലെ എല്ലാ ബീച്ചുകളും പോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റ്. അപ്പോൾ എനിക്ക് കടലിൽ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഇന്ന് ട്രക്കിംഗ് ആണ് മെയിൻ പരിപാടി, അതുകൊണ്ട് ടൈമില്ല. ഈ ബീച്ച് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്ത ശേഷം തിരിച്ചു വിടും. ബീച്ചിൽ നിന്ന് യാത്ര തിരിച്ചു. അടുത്തത് സ്ലീ ഹെഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഡിങ്കിളിലുള്ള ഒരു കോസ്റ്റലിൻ്റെ അടുത്തൂടെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇന്നത്തെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 1 പോലെ ഉണ്ടായതുപോലെ ക്ലൈമറ്റ് അത്ര ഹൊറിബിളാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയായാലും നോക്കാം. ഞാനിന്ന് പുറത്ത് ടെൻറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് സ്റ്റേ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ആക്ച്വലി ബുക്ക് ചെയ്തിരുന്നതാണ്, അത് ചില പ്രോബ്ലംസ് കാരണം, എന്ന് വെച്ചാൽ അവരുടെ സൈറ്റിലെ മെയിൻ്റനൻസ് കാരണം അത് ക്യാൻസലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് വന്നു. പിന്നെ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഞാൻ ബുക്ക് ചെയ്യാൻ പോയില്ല. നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലങ്ങ് പോവാം, ഒരു വിശ്വാസത്തിൽ. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് സമയം ലേറ്റായി പോയി, 1:30 ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങ് ദൂരെ ആകാശത്തു നിന്ന് ഒരു പ്ലെയിൻ പോകുന്നുണ്ടോ, ഇതിങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസം. ഗോപ്രോയിൽ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അടിപൊളി. സാധനം കണ്ടോ, ഇതിവിടെയും കിട്ടും. നമ്മുടെ നാട്ടിൽ നല്ല സ്വന്തം നാടൻ ഇളയപ്പം. ഇത് ആക്ച്വലി ഇവിടുത്തെ കടകളുണ്ടല്ലോ, നാട്ടിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കടകൾ,
അവിടെ നിന്ന് മേടിച്ചതാണ്, ഫ്രോസൺ. ചൂടൊക്കെ ഓഹോ, നാട്ടിലെ നൊസ്റ്റാൾജിയ വരുന്നു. പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങണം. പാസ്ത പോലൊരു സാധനമാണ്. ഇന്നലെ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാ. അപ്പോൾ ഒരു ടെൻറ്റിനകത്ത് അങ്ങനെ നിന്ന് റിലാക്സ് ചെയ്യാം. ഭയങ്കര കാറ്റ്, വല്ലാത്ത മഴ. പക്ഷേ
ഇത്തിരി പണിപ്പെട്ട് ഈ ടെൻറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട്, പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. രാത്രി ഇത്രത്തോളം മഴ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി കാറ്റൊക്കെ ആണെങ്കിൽ അല്പം ഡേഞ്ചറസ് ആയിരിക്കും. ഇൻ കേസ് ഡേഞ്ചറസ് ആണെങ്കിൽ എനിക്കൊരു പ്ലാൻ ബി ഉണ്ട്. എന്തായാലും കാർ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ടെൻറ്റൊക്കെ എടുത്തിട്ട് സ്ഥലം വിടുക രാത്രി. ഇപ്പോൾ എന്തായാലും ഓക്കെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. അപ്പോൾ അങ്ങനെ ബ്രാൻഡൻ ഹില്ല് ഹൈക്കിങ് അവസാനിച്ചു. ഞാൻ ഇനി ടെൻറ്റിൽ അല്പനേരം റിലാക്സ് ചെയ്യാൻ പോവാണ്. ഇനി ടൈം ഫോർ റിലാക്സേഷൻ.